അച്ഛന്റെ ചുമലിലേറി രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്ന ചീത്തപ്പേര് മാറ്റിയെടുക്കുവാൻ കാലങ്ങൾ കഴിയേണ്ടി വന്നു കെ മുരളീധരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ലീഡർക്ക്. കെ കരുണാകരൻ എന്ന കേരള മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ചാണക്യനുമായ ലീഡർക്ക് പക്ഷെ തന്റെ മക്കളെ പിൻഗാമികളാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. മകനെയും മകളെയും പാർട്ടിയിൽ പ്രബലരാക്കുവാനും ജനപ്രതിനിധിയാക്കുവാനും ശ്രമിച്ചതിന്റെ പേരിലാകും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി എതിർപ്പുകൾ നേരിട്ടത്. അതിൽ തന്നെ മുരളീധരനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ആഗ്രഹമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. കരുണാകരന്റെ പ്രബല കാലത്ത്, അതായത് 1989 കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതാണ് മുരളീധരന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. UDF തരംഗം ആഞ്ഞുവീശിയ തിരഞ്ഞെടുപ്പിൽ CPMന്റെ ഇമ്പിച്ചി ബാവയെ പരാജയപ്പെടുത്തി മുരളീധരൻ പാർലമെന്റിലെത്തി. 1991 വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തിയതോടെ മുരളി